മാധ്യമ സുഹൃത്തുക്കളെ, ഇത്ര ക്ലേശഭരിതമായ ഒരു സാഹചര്യത്തിലാണ് എന്റെ സഹോദരിമാർ ഇവിടെ സമരം ചെയ്യുന്നത് എന്ന് ഇവിടെ വന്ന് നിന്ന് അനുഭവിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ആദ്യ ദിവസം മുതൽ ഈ സമരത്തോടൊത്ത് വന്നിരിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷെ എനിക്ക് എന്റേതായ ഒരുപാട് ജോലി തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് ആദ്യം മുതൽ ഞാൻ വരാതിരുന്നത്. അല്ലെങ്കിൽ തീർച്ചയായും ആദ്യമേ വന്നേനെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് UN വനിതാ ദിനമാണല്ലോ. UN വനിതാ ദിനം എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത് ലോകം മുഴുവനും വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ, അവരുടെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് അവരെ സംരക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് യുണൈറ്റഡ് നേഷൻ ആരംഭിച്ച 1945 മുതൽ തുടങ്ങിയതാണ്. 1945 മുതൽ UN സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന കാലം മുതൽ വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷേ വനിതകൾ ലോകത്തെ എല്ലായിടത്തും തിരസ്കരിക്കപ്പെടുന്നു എന്ന് വന്നപ്പോഴാണ് 1975-85 10 വർഷം 1975-85 വർഷങ്ങൾ വനിതാ ദശകമായി UN ഡിക്ലയർ ചെയ്യുന്നത്. ആ വനിതാ ദശകം ലോകത്തെങ്ങും സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ എല്ലാ രാജ്യങ്ങളിലും നടപ്പാക്കി. പക്ഷേ 1985 UN തന്നെ കണ്ടുപിടിക്കുന്നു. എന്താണ് UN കണ്ടുപിടിച്ചത്? പ്രിയപ്പെട്ട സഹോദരിമാരെ, ലോകത്ത് നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ലോകത്ത് ചെയ്യപ്പെടുന്ന തൊഴിലിന്റെ 2/3 ചെയ്യുന്നത് സ്ത്രീകളാണ്. നിങ്ങൾ കേട്ടോ? ലോകത്ത് ചെയ്യപ്പെടുന്ന തൊഴിലിന്റെ 2/3 ചെയ്യുന്നത് സ്ത്രീകളാണ്. പക്ഷേ 10-1 വരുമാനം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. 10-1 വരുമാനം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. 3-1 ജോലി ചെയ്യുന്ന പുരുഷനാണ് 10-9% വരുമാനവും നേടുന്നത്. അത്ര വലിയ അസമത്വം, അതായത് വേജിന്റെ ശമ്പളത്തിന്റെ കൂലിയുടെ കാര്യത്തിൽ അത്ര വലിയ അസമത്വമാണ് ലോകത്ത് നിലകൊള്ളുന്നത് എന്ന് 1985 മനസ്സിലാക്കുന്നു. തീർന്നില്ല. ലോകത്തെ അസറ്റ്സ്, അതായത് സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ എടുത്താൽ 100-1% മാത്രമേ സ്ത്രീകളുടെ പേരിലുള്ളൂ. 100-1% മാത്രമേ സ്ത്രീകളുടെ പേരിലുള്ളൂ. അങ്ങനെ 1945 മുതൽ 1985 വരെ UN പ്രവർത്തിച്ചിട്ടും സ്ത്രീ ശാക്തീകരണം സാധ്യമായില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരു പ്രത്യേക ഏജൻസി UN വിമൻ എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തുടങ്ങുന്നത് 1985 ശേഷമാണ്. അപ്പൊ അങ്ങനെ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ് UN ആവശ്യപ്പെട്ടത്? ഓരോ രാജ്യത്തും സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ, കണക്കിലെടുക്കപ്പെടാതെ പോകുന്ന ജോലികൾ. പ്രിയപ്പെട്ട സഹോദരിമാരെ, രാവിലെ 4 മണിക്ക് തുടങ്ങുന്നു നമ്മളുടെ ജോലി അടുക്കളയിൽ. ആ അടുക്കളയിലെ ജോലി തീർത്ത് രാവിലെ 6 മണിയാകുമ്പോഴേക്ക് ആശാപ്രവർത്തനത്തിന്, അല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ മറ്റതുപോലുള്ള ജോലികൾക്ക് വേണ്ടി സ്ത്രീകൾ ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങി ഒരു ദിവസം 12-18 മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാണ് ഈ ലോകത്ത് ചെയ്യപ്പെടുന്ന കൂലിയുടെ 10-1 മാത്രം കിട്ടുന്നത്. എല്ലാ രാജ്യങ്ങളിലുമുണ്ട് ഈ തരത്തിലുള്ള അസമത്വം. അങ്ങനെയുള്ള അസമത്വത്തിന്റെ ഏറ്റവും വലിയ അനുഭവ സാക്ഷ്യമാണ് ഇവിടുത്തെ ആശാപ്രവർത്തകർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ആശാപ്രവർത്തകരുടെ ജോലിയുടെ പ്രത്യേകത? കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല.
ഓൾ ഇന്ത്യ തലത്തിൽ 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരുടെ ശതമാനം 7ആണ്. 60 കഴിഞ്ഞവരുടെ ശതമാനം 7ആണ്. അതായത് ലോകത്തെ ഒന്നാമത്തെ പോപ്പുലേഷനാണ് ഇന്ത്യ. 140നും 145നും കോടിക്കിടയിലാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. ആ ഓൾ ഇന്ത്യ തലത്തിൽ നോക്കിയാൽ 7% പേരാണ് 60 കഴിഞ്ഞവർ. മറിച്ച് കേരളത്തിൽ 60 കഴിഞ്ഞവർ 18% ഉണ്ട്. അങ്ങനെ 18%ഉള്ള 60 കഴിഞ്ഞവർ എന്ന് പറഞ്ഞാൽ അവർ പലവിധ ക്ലേശങ്ങൾ കൊണ്ട്, വാർദ്ധക്യ സഹജമായ ക്ലേശങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തിയുള്ളവർ ഒരുപാട് പേരുണ്ട്. കാരണം കേരളം ഒരു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആവാസ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ മാനസിക വിഭ്രാന്തിയും മറ്റു പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുമായ, അതായത് അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾ തന്നെ ഡിസേബിൾഡ് ആയിരിക്കും, ഡിഫറന്റ്ലി ഏബിൾഡ് ആയിരിക്കും പലപ്പോഴും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരാളം കുട്ടികളെയും അതുപോലെ 60 കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരെയും പരിചരിക്കേണ്ട ജോലി നമ്മുടെ ആശാ വർക്കർ സഹോദരിമാരാണ് ചെയ്യുന്നത്. അവരുടെ തൊഴിലിന് ഒരു ടൈം ഇല്ല. അതായത് 8 മണിക്കൂർ ജോലി ഇല്ല. അവർ 10 മണിക്കൂർ, 12 മണിക്കൂർ, 16 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യത്തിൽ പെട്ടവരാണ് ആശാ വർക്കേഴ്സ്. എന്നിട്ട് അവർക്ക് കിട്ടുന്ന കൂലി 232 രൂപ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2000-ൽ ഒരു കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷനില് ഡീസന്റ് ജോബ് എന്ന ഒരു കോൺസെപ്റ്റിനാണ് കൺവെൻഷൻ നടത്തിയത്. ഡീസന്റ് ജോബ് എന്താണ്? ഡീസന്റ് ജോബ് അക്കോർഡിംഗ് ടു, അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഡീസന്റ് ജോബ് ആകണേ, അതായത് മാന്യമായ തൊഴിൽ എന്ന് വെച്ചാൽ 4 കണ്ടീഷൻസ് ഉണ്ട് മാന്യമായ തൊഴിലിന്. 1, മാന്യമായ വേതനം. മാന്യമായ വേതനമാണോ 232 രൂപ കേരളത്തിൽ? അതേയല്ല. 2, ഫിക്സിറ്റി ഓഫ് ലേബർ, അതായത് സ്ഥിരമായിരിക്കണം തൊഴിൽ. നിങ്ങളുടെ ജോലി ഇപ്പോഴാണ് സ്ഥിരമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്, കൊള്ളാം. 3-മത്തേത് ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സമരം ചെയ്യുവാനും, അതായത് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ, ഏതൊരു വിഭാഗം തൊഴിലാളികൾക്ക് നീതി ലഭിക്കുന്നില്ലയോ അവർക്ക് സംഘടിക്കുവാനും അവരുടെ മാനേജ്മെന്റിനോട് നീതി ആവശ്യപ്പെടുവാനുള്ള അവകാശം. അതാണ് ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4-മത്തത് എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി. അതായത് നിങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടായിരിക്കുക. നിങ്ങൾ പെൻഷൻ പിരിഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ ബംഗാളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു എമൗണ്ട്, ഒരു 5 ലക്ഷമോ നിങ്ങൾ ചെയ്ത ജോലിയുടെ കൃത്യത അനുസരിച്ച്, വർഷങ്ങളുടെ ദൈർഘ്യം അനുസരിച്ച് ആ തരുന്ന എമൗണ്ട് വ്യത്യസ്തമായിരിക്കണം. 2 വർഷം കഴിഞ്ഞ് പിരിയുന്നയാളും 35 വർഷം കഴിഞ്ഞ് പിരിയുന്നയാളും ഒരുപോലെയല്ല ജോലി ചെയ്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് അർഹമായ ഒരു എമൗണ്ട് തന്ന് നിങ്ങളെ പറഞ്ഞയക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ ഉണ്ടായിരിക്കുക, മാന്യമായ പെൻഷൻ. ഈ 4 കണ്ടീഷൻസ് ആര് വെക്കുന്നതാണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2000-ലെ കൺവെൻഷനിൽ വച്ചതാണ്. എന്നിട്ട് ഇന്ത്യ ആ കൺവെൻഷനിൽ 2010-ൽ സൈൻ ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 2010-ൽ ഇന്ത്യ ഗവൺമെന്റ് ആ ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ അറിവിനായിട്ട് വെക്കുക. ആർക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന മീഡിയ സഹോദരങ്ങൾക്കാണെങ്കിലും ആ നീതി കിട്ടുന്നില്ലെങ്കിൽ ശക്തമായ രീതിയിൽ ആ നീതിക്ക് വേണ്ടി പ്രതികരിക്കുവാൻ കഴിയണം. അപ്പൊ അങ്ങനെയുള്ള ഈ സഹോദരിമാർക്ക് വേണ്ടി ഇന്നേ എനിക്ക് വരാൻ പറ്റിയുള്ളൂ എന്നുള്ളത് സങ്കടകരമാണ്. സമയം വളരെ, എനിക്കറിയാം ഒരുപാട് പേര് ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നുണ്ട്. വെയിൽ കൊണ്ടാണ് മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ നിൽക്കുന്നത്. ഞാൻ ഈ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് നന്ദി പറയുകയാണ്. കാരണം മാധ്യമ സ്വാതന്ത്ര്യം അങ്ങേയറ്റം അപകടത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ വന്ന് ഇവരോട് സഹവർത്തിത്വം പുലർത്തുന്ന കാരണം കൊണ്ട് തന്നെ നിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടാവുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്റെ നന്ദി, ഒരുപാട് നന്ദി. ഈ സഹോദരിമാരോട് ചേർന്ന് നിന്ന് ഇതിനെ ശക്തീകരിക്കാൻ നിങ്ങൾ എടുക്കുന്ന
ഈ സ്നേഹ പ്രകടനത്തിന് നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.